ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു തരംഗമായിരിക്കും കേരളത്തിൽ ആയി വീശാൻ പോകുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPIയുടെയും ദേശീയ അംഗീകാരം കേരളത്തിലുള്ള ഇന്ത്യമാരെ കിട്ടാതെ വരുമ്പോൾ ആവുന്ന രീതിയിൽ വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ രൂപത്തിലുള്ള മാറ്റം എന്തായാലും കേരളത്തിലുണ്ടാവും. രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട് നിൽക്കുന്നത്. അതായത് LDFന് യാതൊരു കാരണവശാലും രാഹുൽ ഗാന്ധി എതിരല്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന സ്ഥിതിക്ക്, ഇവിടെ വയനാട്ടിൽ നിൽക്കുന്ന സ്ഥിതിക്ക് 2020 ആണ് കാര്യം. കോൺഗ്രസ്സുകാരെല്ലാം ഉണർന്ന് ആവേശത്തോടുകൂടി എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ മാറ്റപ്പെടാൻ നോക്കുകയാണ്. കാരണം ഇന്ന് കേരളം പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ വളരെ മാറ്റത്തിന് വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ. ഒരിക്കലും CPIനെതിരെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടികളിലെ BJP മാത്രമാണ് എന്നാൽ ഉറപ്പായിട്ട് തന്നെ രാഹുൽ ഗാന്ധി ജയിക്കുകയും ഇവിടെ കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തിലൂടെ കോൺഗ്രസ് എല്ലാ സീറ്റുകളിലും വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ വികസനത്തിന് രാഹുൽ ഗാന്ധി ആവശ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ വരവിനെ എല്ലാ രീതിയിലും സ്വാഗതം ആശംസിക്കുന്നു. 2020 രാഹുൽ ഗാന്ധി വയനാട് വന്നു കഴിഞ്ഞാൽ 20 സീറ്റും രാഹുൽ ഗാന്ധി കേരളത്തിൽ 20 മണ്ഡലത്തിൽ എവിടെ നിന്ന് മത്സരിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യയുടെ ആർക്കും തന്നെ അതിനോട് യോജിപ്പില്ല എന്ന് പറയുന്ന അദ്ദേഹം ഇടതുപക്ഷത്തിനെ എതിർക്കുന്നോ അതോ BJPയെ തറയിലിറക്കാൻ പ്രയത്നിക്കുന്നോ എന്നുള്ളതാണ് അതാണ് നമുക്കറിയേണ്ടത്. ഈ 20 മണ്ഡലത്തിൽ എവിടെ നിന്നാലും ഇടതുപക്ഷ കക്ഷികൾക്ക് അദ്ദേഹം മത്സരിക്കുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല. ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ നേരിടും എന്നുള്ളത് ഉറപ്പാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെ എതിരിടുന്നതിന് വേണ്ടിയാണോ അതോ BJP എതിരിടുന്നതിന് വേണ്ടിയാണോ എന്ന് ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ മത്സരം ഒന്നും സംഭവിക്കത്തില്ല എന്നാണ്. LDF തന്നെ വയനാട്ടിൽ ജയിക്കും. അതിൽ തർക്കമൊന്നുമില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് കേരളത്തിലുടനീളം UDF സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രചോദനമാകും. അതിന് എല്ലാവരും വിജയിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി നിർത്തുന്ന ഒരവസ്ഥയാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഭയത്തോടു കൂടിയാണ്, പ്രത്യേകിച്ച് BJP എന്ന് പറയുന്ന അഖിലേന്ത്യാ പാർട്ടി വളരെ ഭയത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ കാണുന്നത്.